ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ ഒരു കപ്പമുട്ട ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ച കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 മുട്ട, സബോള, കാന്താരിമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ തേങ്ങ തിരുമിയത്. ഇത്ര സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. മണ്ണുണ്ട് ഈ കപ്പയ്ക്കകത്ത്. ഇത് പുറത്തെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ കപ്പയിൽ മണ്ണ് കടിക്കും. അപ്പോൾ ഇതുപോലെ അങ്ങ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. വൃത്തിയാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. ഇത് നല്ലതായിട്ട് വേവുന്ന കപ്പയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. ഇവിടെ അടുത്തൊരു പറമ്പിൽ ഒരു വിളവെടുത്തപ്പോഴത്തേനും എൻ്റെ ബ്രദർ വാങ്ങിക്കൊണ്ട് തന്ന കപ്പയാണ്. നന്നായിട്ട് വേകുന്ന കപ്പയാണ്. ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഒരു 3-4 വെള്ളം കഴുകി നമ്മൾ ആ പച്ചവെള്ളത്തിൻ്റെ കളറാകുന്നിടം വരെ ഒന്ന് ഇതാക്കി കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് നമുക്കൊരു പാത്രത്തിനകത്തേക്ക് ഇടാം. ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിനകത്ത് അതിന് മുന്നേ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തിളയ്ക്കാനായിട്ട്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ കൂടി ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ നിന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇഞ്ചിയൊക്കെ ഞാനൊന്ന് ചുരണ്ടിയെടുത്തു. ഇനി നമുക്ക് വെളുത്തുള്ളിയും സവോളയും കൂടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. വൃത്തിയാക്കിയിട്ട് ഇനി ഞാൻ കഴുകി കൊണ്ടുവന്നു ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കൊത്തി അരിയണം, ചെറുതായിട്ട് കൊത്തി അരിയണം. ഇത്തിരിയുടെ പൊടിയായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കൊത്തി അരിഞ്ഞ് എടുക്കാം. ഇനി ആ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ച് കറിവേപ്പിലയും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കാന്താരിമുളക് ഒന്ന് ചതച്ചെടുക്കണം നമുക്ക്. ഞാൻ ഈ സമയത്ത് കപ്പയുടെ വേവൊക്കെ നോക്കി ഒരു 3/4 വേവായിട്ടുണ്ട്. ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കപ്പ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ വറ്റൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് മൂത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചി ഇട്ടതിന് ശേഷം വെളുത്തുള്ളി, പിന്നീട് നമ്മൾ സബോള ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ആ കാന്താരിമുളക് ഞാൻ ചതച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തു. കാന്താരിമുളകിന് പകരം പച്ചമുളക് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിനകത്തേക്ക് ലേശം ഉപ്പും കൂടി ഇട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ടത്. ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുട്ടയില്ലേ, ആ 3 മുട്ടയും കൂടെ നമുക്ക് ഉടച്ച് അതിനകത്തേക്ക് ഒഴിച്ചു. ഇനി നന്നായിട്ട് മുട്ടയൊക്കെ ഒന്ന് ചിക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ തേങ്ങായും കൂടി ഇട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി നല്ലതായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ച കപ്പയില്ലേ, ആ കപ്പ കൂടി അതിനകത്തേക്ക് കോരിയിട്ട് കൊടുക്കാം. കണ്ടോ, നല്ലതായിട്ട് വെന്ത് നല്ല കപ്പയാണ്. ഈ കപ്പമുട്ട ഉണ്ടാക്കാൻ ഇതുപോലെ നന്നായിട്ട് വേകുന്ന നല്ല കപ്പയാണെങ്കിലാണ് നല്ല ടേസ്റ്റ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. കണ്ടോ, ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇടാനായിട്ട് സവോളയും പച്ചമുളകും മല്ലിയിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം കപ്പയൊക്കെ ഇളക്കി ഒരു പാത്രത്തിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് സവോളയും മല്ലിയിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ, ഇത് തന്നെ മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം പച്ചക്കപ്പയൊക്കെ കിട്ടുവാണെങ്കിൽ, നല്ല വേകുന്ന കപ്പയൊക്കെ കിട്ടുമ്പം മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.